മുഖ്യമന്ത്രിയായി ദളപതി വിജയ് അധികാരമേറ്റപ്പോൾ അത് തമിഴ് മണ്ണിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. സാധാരണയായി തമിഴ് വാഴത്തിൽ തുടങ്ങി ദേശീയ ഗാനത്തിൽ അവസാനിക്കുന്ന ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വന്ദേ മാതരത്തിന്റെ 6 ചരണങ്ങളുള്ള പൂർണ്ണരൂപം ആദ്യം വേദിയിൽ മുഴങ്ങിയതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ തട്ടകത്തിൽ ദേശീയതയുടെ ഈ പുത്തൻ പരീക്ഷണം വിജയുടെ രാഷ്ട്രീയ തന്ത്രമാണോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രസിദ്ധമായ വന്ദേ മാതരം അതിന്റെ 6 ചരണങ്ങളോടുകൂടി തമിഴ്നാട്ടിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഉപയോഗിക്കുന്നത് അപൂർവമാണ്. തമിഴ് രാഷ്ട്രീയത്തിൽ സാധാരണയായി തമിഴ് തായ് വാഴ്ത്തിനാണ് മുൻഗണന നൽകാറുള്ളത്. എന്നാൽ തമിഴ്നാട് സ്വത്വത്തോടൊപ്പം ദേശീയ ബോധവും ചേർത്ത് പിടിക്കാനാണ് വിജയ് ഇതിലൂടെ ശ്രമിക്കുന്നത്. പതിറ്റാണ്ടുകളായി തമിഴ് മണ്ണിൽ വേരുറപ്പിച്ച ദ്രാവിഡ പാർട്ടികൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. വിജയുടെ ഈ നീക്കം തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കമിടുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കൂടാതെ ജനഗണമന പാടുന്നതിന് മുമ്പ് തന്നെ വന്ദേ മാതരവും പാടണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് വിജയ് ഇവിടെ ആദ്യമായി നടപ്പിലാക്കുകയാണ്. കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം, ദേശീയതയോടുള്ള സമീപനം എന്നിവയിൽ വിജയ് വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ മാറ്റം. യുവാക്കളെ ആകർഷിക്കാനും ദേശീയതലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും ഇത്തരം തീരുമാനങ്ങൾ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. തങ്ങളുടെ പ്രിയതാരം അധികാരമേൽക്കുമ്പോൾ ചരിത്രപരമായ ഈ ഗാനം മുഴങ്ങിക്കേട്ടത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതൊരു പുതിയ തുടക്കമാണ് എന്നാണ് വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. തമിഴ് സംസ്കാരത്തെയും ദേശീയ ചിഹ്നങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു ഭരണകാലമാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട് നിയമസഭയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ വിജയുടെ ഓരോ നീക്കവും രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് സജീവ ചർച്ചയാകും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എന്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നവരെന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത്. തന്റെ സർക്കാരിൽ സമാന്തര അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകില്ലെന്നും അന്തിമ തീരുമാനം എന്റേതായിരിക്കുമെന്നും വിജയ് പറയുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനും ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനും തനിക്ക് ന്യായമായ സമയം നൽകണമെന്ന് വിജയ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കവേ 2021 മുതൽ 26 വരെയുള്ള കാലയളവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് വിജയ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഖജനാവ് ശൂന്യമായ ഘട്ടത്തിലാണ് ഭരണം ഏറ്റെടുക്കുന്നതെന്നും വിജയ് വ്യക്തമാക്കുകയാണ്. സിനിമയിൽ വിജയിക്കാൻ ധാരാളം പ്രയാസങ്ങൾ നേരിട്ട എനിക്ക് വിശപ്പിന്റെ വില നന്നായി അറിയാം. ഞാനൊരു രാജപരമ്പരയിൽ നിന്ന് വന്നയാളല്ല. ഞാൻ വന്നത് നിങ്ങളിൽ ഒരാളായിട്ടാണ്. വ്യാജ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് ഞാൻ നൽകില്ല. ജനങ്ങളുടെ ചില്ലിക്കാശ് പോലും എനിക്ക് വേണ്ട. അഴിമതിയെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കണം. ഞാൻ ദേവദൂതനല്ല, സാധാരണക്കാരനാണ്. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ആരെയും മോഹിപ്പിക്കുകയോ പറ്റിക്കുകയോ ചെയ്യില്ല എന്നാണ് വിജയ് പറയുന്നത്. കഴിയുന്ന കാര്യങ്ങളെ പറയൂ എന്ന് വിജയ് പറയുകയാണ്. കഴിയുന്ന കാര്യങ്ങളെ ചെയ്യൂ എന്നാണ് വിജയ് പറയുന്നത്.